കായംകുളം കീരിക്കാട് തെക്ക് മൂലേശ്ശേരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ദശദിന മഹോത്സവത്തിന് തുടക്കമായി. ഇതോടനുബന്ധിച്ച് തൃക്കൊടിയേറ്റ് നടന്നു. കായംകുളം കീരിക്കാട് തെക്ക് 334 നമ്പർ SNDP ശാഖായോഗം വക മൂലേശ്ശേരിയിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ദശദിന മഹോത്സവത്തിന് തുടക്കമായി. ഇതിനോടനുബന്ധിച്ച് തൃക്കൊടിയേറ്റ് നടന്നു. തന്ത്രി ശിവഗിരി മഠം ശിവനാരായണ തീർത്ഥസ്വാമിയുടെയും മേൽശാന്തി ബിനീഷ് രാജിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് തൃക്കൊടിയേറ്റ് ചടങ്ങുകൾ നടന്നത്. ഓം നമഃശിവായ. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. മൂലേശ്ശേരി മഹാദേവന്റെ തിരുവുത്സവത്തിലുള്ള തൃക്കൊടിയേറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ക്ഷേത്ര സങ്കല്പം അനുസരിച്ച് യോഗനിദ്രാഭാവത്തിലുള്ള ദേവൻ യോഗനിദ്ര വിട്ടുണരുന്ന കാലമാണ് കൊടിയേറ്റ് സമയം. കൊടിയേറിക്കഴിഞ്ഞാൽ ഭഗവാന്റെ പൂർണ്ണ ചൈതന്യം, ഏതെങ്കിലും രീതിയിലുള്ള പ്രകൃതിദത്തമായ ചൈതന്യലോഭമുണ്ടായാൽ ആ ചൈതന്യം പൂർത്തീകരിക്കുന്ന ചടങ്ങാണ് ഉത്സവാചടങ്ങൾ. പല രീതിയിൽ ചൈതന്യലോഭം ഉണ്ടാകാം. അപ്പം അതിനൊക്കെ പരിഹാരമായി ഭഗവാന്റെ കലകളെ കലശത്തിലൂടെയും ശ്രീഭൂതബലിയിലൂടെയും മറ്റെല്ലാ രീതിയിലുള്ള പൂജാതി ചടങ്ങുകളിലൂടെയും ആ ദേവൻ്റെ കലകൾ, എല്ലാ കലകളും 64 കലകളാണ്. 64 കളുടെ സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടിയാണ് ഓരോ ചടങ്ങുകൾ നടക്കുന്നത്. ഈ ഉത്സവാദി ചടങ്ങളിൽ ഈ നാട്ടിലെ മുഴുവൻ സജ്ജനങ്ങളെയും മഹാദേവൻ്റെയും ഭദ്രകാളി അമ്മയുടെയും തിരുസന്നിധാനത്തിലേക്ക് ഭക്തി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും മഹാദേവന്റെയും ഭഗവതിയുടെയും അനുഗ്രഹം അനുസ്യൂതമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുദേവ ശരണം. ചടങ്ങുകൾക്ക് ശാഖായോഗം വൈസ് പ്രസിഡന്റ് MK പ്രദീപ്, സെക്രട്ടറി മണിക്കുട്ടൻ, ദേവസ്വം സെക്രട്ടറി രാജഗോപാലൻ, കമ്മിറ്റി അംഗങ്ങളായ ശിശുപാലൻ, അജിത് കുമാർ, പത്മാക്ഷൻ, ബാബു, ശിവപ്രസാദ്, പ്രവീൺ, വിഷ്ണുരാജ്, സോമൻ, രാധാകൃഷ്ണൻ, വിഷ്ണുദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉത്സവത്തോടനുബന്ധിച്ച് തിരുമുടി എഴുന്നള്ളത്ത്, നൃത്തസന്ധ്യ, ഭജൻസ്, നാടകം എന്നിവ നടക്കുന്നുണ്ട്. ശനിയാഴ്ച ഗുരുസി, പൊങ്കാല എന്നിവ നടക്കും. ആറാട്ടോടുകൂടിയാണ് ഉത്സവത്തിന് കൊടിയിറങ്ങുന്നത്. നിരവധി ഭക്തജനങ്ങളും ചടങ്ങുകളിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.